ഞാൻ 35 വയസ്സുള്ള വ്യക്തിയാണ്. എൻ്റെ വൈഫും 30 to 40 ഇടയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പം ഈ 30 മുതൽ 40 വരെ വയസ്സിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് കൈൻഡ് ഓഫ് ലൈഫിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ വി ഹാവ് 2 റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നമ്മളെ പാരൻസിനെ ടേക്ക് കെയർ ചെയ്യണം. ദിസ് എ ടൈം ടു ടേക്ക് കെയർ അവർ പാരൻസ്. രണ്ടാമത് നമുക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വി ഹാവ് ടു ടേക്ക് കെയർ അവർ കിഡ്സ്. അവരെ റേസ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യും, പ്രഷറുകൾ ഡെവലപ്പ് ചെയ്യും. ഇത് ഏതൊക്കെയാണ് നമുക്ക് മെയിനായിട്ടും വരുന്ന പ്രഷർ എന്ന് നോക്കുക. ഇതിനകത്ത് ഒന്നാമത്തെ ഏറ്റവും വലിയ നമുക്ക് വരുന്നൊരു പ്രഷർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്രഷറാണ്. ഫിനാൻഷ്യൽ പ്രഷർ, നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡത്തിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് അതിൻ്റെ അങ്ങനത്തെ കണ്ടൻറ്റ് കാര്യങ്ങൾ കാണുന്നു. ബട്ട് വി ആർ നോട്ട്. എന്തൊക്കെയായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക? സാലറി വരുന്നു, എക്സ്പെൻസസ് അതേപോലെ ഉണ്ട്, ഓട്ടോമാറ്റിക്കലി എക്സ്പെൻസുകൾ പോകുന്നു. ആൻഡ് എൻഡ് ഓഫ് ദ മന്ത് നോക്കുകയാണെങ്കിൽ അഗെയിൻ ബിഗ് സീറോ. അങ്ങനെയുള്ളൊരു സംഭവം നമുക്ക് പല സമയത്തും വരാറുണ്ട്. EMIs എന്ന് പറയുന്ന സംഭവം നമുക്ക് അറിയാം. നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡെഫിനറ്റ്ലി EMIs അതിൻ്റെ കൂടെ തന്നെ വരും. ആൻഡ് EMIs ലൈക്ക് 1 year 2 year 3 year എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആൻഡ് ഇറ്റ്സ് എ ഹ്യൂജ് ബർഡൻ. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലൊരു ഫിയർ ഉണ്ടാവും. വാട്ട് ഇഫ് ഇൻകം സ്റ്റോപ്സ്? നമ്മുടെ ഇൻകം സ്റ്റോപ്പായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള ഒരു വലിയൊരു ഒരു ഫിയർ ഓഫ് പ്രഷർ ഉണ്ടാവും. ഇത് ഒരു 30 മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്കൊരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സ്കില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മളെ ടൈമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ നമ്മുടെ കയ്യിൽ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംഭവിക്കും. നമുക്ക് കുറച്ചും കൂടെ ഈ ഫിനാൻഷ്യൽ പ്രഷറിനെ ബർഡൻ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ പ്രഷർ കുറയുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് കൂടും, നമ്മുടെ ഹെൽത്തിനെ നമ്മൾ ടേക്ക് ചെയ്യാൻ തുടങ്ങും, നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള എന്താ പറയണ്ടേ ഒരു കോൺഫിഡൻസ് വരും. ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് ഓൾ.